ബംഗളൂരുവിലെ ഹോസ്കോട്ടിൽ 2 മക്കളെ കൊന്ന ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. പിതാവിന് പിന്നാലെ ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. വർഷങ്ങളായുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഷിവു മഞ്ജുള ദമ്പതികളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഷിവു ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. ജോലി ചെയ്യാൻ സാധിക്കാത്തതിനാൽ കുടുംബം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഇതിൽ ഷിവുവും മാനസിക പ്രയാസത്തിലായിരുന്നു. ഈ മാനസിക പ്രയാസങ്ങളാണ് ദമ്പതികളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പുലർച്ചെ 4 മണിയോടെ 11 വയസ്സുകാരിയായ മകൾ ചന്ദ്രകലയെ ദമ്പതികൾ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിന്നാലെ വെള്ളത്തിൽ മുക്കി മരണം ഉറപ്പാക്കി. പിന്നീട് 7 വയസ്സുള്ള ഉദയ് സൂര്യ എന്ന മകനോട് അവർ ഇതേ കൃത്യം ആവർത്തിച്ചു. മക്കളെ കൊന്നതിന് പിന്നാലെ ഭാര്യ ജീവനൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഷിവു ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് മഞ്ജുളയെ സമീപമുള്ള കടയിലേക്ക് പറഞ്ഞുവിട്ടു. ഭക്ഷണം വാങ്ങി തിരിച്ചു വന്ന മഞ്ജുള കണ്ടത് തൂങ്ങി മരിച്ച ഷിവുവിനെയാണ്. ജീവനൊടുക്കുന്നതിന് മുമ്പായി മഞ്ജുള പിതാവിനെ വിളിച്ച് സംസാരിക്കാൻ ഫോൺ വാങ്ങുന്നതിനായി അടുത്തുള്ള വീട്ടിലേക്ക് പോയി. മഞ്ജുള വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയ അയൽവാസിയാണ് പോലീസിൽ വിവരമറിയിച്ചത്. ദമ്പതികൾ ആത്മഹത്യയെപ്പറ്റി മുമ്പും ചിന്തിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കി. എന്നാൽ മക്കളെ ഒറ്റയ്ക്കാക്കാൻ സാധിക്കാത്തതിനാലാണ് ഇരുവരും ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയിരുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് മഞ്ജുള. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.